അടുത്തത് മിഥുനക്കൂറാണ്. ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതായത് 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യം ഗുരു ലഗ്നത്തിലാണ്. അതിനുശേഷം 2-ാം ഭാവത്തിൽ ജൂൺ 2-ന് ശേഷം അത് 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഈ ഗുരു ലഗ്നത്തിലുള്ളപ്പോൾ അതിൻ്റെ ചില ഗുണങ്ങൾ, ആത്മവിശ്വാസം കൂടുക, പുതിയ അവസരങ്ങൾ ഉണ്ടാവുക ഒക്കെ ഉണ്ട്. എങ്കിലും 2-ാം പകുതിയിൽ അവർക്ക് വ്യാഴം 2-ലേക്ക് മാറുമ്പോൾ ധനലാഭം ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. ഈ സ്വർണം മറ്റുമൊക്കെ ട്രേഡിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് 2-ാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള ചില പുതിയ അവസരങ്ങൾ ഇവർക്ക് തുറന്നു വരും. അതുകൊണ്ടുണ്ടാകേണ്ട സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ആ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ഒരു മുന്നേറ്റം, അതായത് കൂടുതൽ ധനലാഭം ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബജീവിതത്തിലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലമാണ്. മറ്റ് ദോഷങ്ങളൊന്നും കുടുംബാന്തരീക്ഷത്തിൽ വരാൻ സാധ്യതയില്ല. ആരോഗ്യപരമായിട്ടും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരാഴ്ച. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വിഷ്ണുവിൻ്റെ ഭജനം അഥവാ അവതാര വിഷ്ണു സ്വരൂപമാകുന്ന ശ്രീരാമനെ, ശ്രീകൃഷ്ണനെ, അതുപോലെ ഗോപാല സ്വരൂപങ്ങളെ മുതലായിട്ടുള്ള പല ഭാവങ്ങളുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ കൂടുതൽ ഉത്കർഷമുണ്ടാക്കാൻ, ഐശ്വര്യമുണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്.